ഹായ് കൂട്ടുകാർ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. നമുക്ക് തജ്വീദുൽ ഖുർആൻ സെക്കൻഡ് പാർട്ടിലെ രണ്ടാമത്തെ സൂറത്തായിട്ട് വരുന്നത് സൂറത്തുൽ ബലദാണ്. സൂറത്തുൽ ബലദ് 1, സൂറത്തുൽ ബലദ് 2 ആയിട്ട് 2 ചാപ്റ്റേഴ്സുകളായിട്ടാണ്, 2 ഭാഗങ്ങളായിട്ടാണ് കൊടുത്തത്. അപ്പോൾ നമ്മളത് എങ്ങനെ വീഡിയോ ചെയ്യണം എന്നതിലാണ് ഞാനൊരു കൺഫ്യൂഷൻ. ഒന്നായിട്ട് ഒറ്റ വീഡിയോ ആയിട്ട് ഉൾപ്പെടുത്തണോ, രണ്ടെണ്ണമായിട്ട് ചെയ്യണോ എന്നുള്ള രീതിയിലാണ്. അപ്പോൾ ഇനി ഇവിടുന്ന് അങ്ങോട്ടുള്ള സൂറത്തുകൾ കുറച്ച് വലുപ്പമുള്ള സൂറത്തുകളായതുകൊണ്ട് ഇങ്ങനെയാണ് വരുന്നത്. അപ്പോൾ ഇതേതായാലും ഞാൻ 2 ഭാഗമായിട്ട് കൊടുക്കാം. അടുത്തതൊക്കെ എങ്ങനെ കൊടുക്കണം എന്നത് കാണുന്ന നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്തിട്ട് അറിയിക്കണം. നിങ്ങൾക്ക് എടുക്കാനൊക്കെ ഉള്ള എളുപ്പത്തിന് വേണ്ടിയിട്ടാണ് ഞാനത് ചോദിക്കുന്നത്. അപ്പോൾ അറിയിക്കണം. അപ്പോൾ നമുക്ക് സൂറത്തുൽ ബലദ്, നമുക്ക് ഉസ്താദിൻ്റെ ഖിറാഅത്ത് കേൾക്കാം. എന്നിട്ട് അതിലെ അക്ഷരങ്ങളൊക്കെ നന്നായി മനസ്സിലാക്കാം. എന്താണ് ഉസ്താദ് തജ്വീദ് നിയമങ്ങളൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി പഠിക്കാം. നമുക്ക് വീഡിയോയിലൊക്കെ കിടക്കാം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഓതാം സൂറത്തുൽ ബലദ്. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ലാ ഉഖ്സിമു ബിഹാദൽ ബലദ് وأنت حل بهذا البلد ووالد وما ولد لقد خلقنا الإنسان في كبد أيحسب أن لن يقدر عليه أحد يقول أهلكت مالا لبدا أيحسب أن لم يره أحد. 7 ആയത്തുകൾ ഓതി നമ്മൾ. ഓക്കെ. ലാ ഉഖ്സിമു ബിഹാദൽ ബലദ്. ലാ ഉഖ്സിമു ബിഹാദൽ ബലദ്. അവിടെ ഉഖ്സിമു എന്നതിലുള്ള ഖാഫിന്റെ ഖൽഖലത്ത് ശ്രദ്ധിക്കണം. ഓക്കെ. ലാ ഉഖ്സിമു ബിഹാദൽ ബലദ് വഅൻത ഹില്ലും ബിഹാദൽ ബലദ് വഅൻത ഹില്ലും ബിഹാദൽ ബലദ് ഹില്ലും ബിഹാദ ഇഖ്ലാബ് ഉണ്ട്. ووالد وما ولد يعني ووالد وما ولد لقد خلقنا الإنسان في كبد لقد خلقنا الإنسان في كبد أيحسب أن لن يقدر عليه أحد. اوكي. أيحسب അല്ലൻ യഖ്ദിറ അലൈഹി അഹദ്. ഇവിടെയൊക്കെ ഖൽഖലത്തിലാണ് നിർത്തിയത്. ദാലിൽ അല്ലേ, തുടക്കത്തിൽ ബാഇൽ ഖുതുബ്ജദ് എന്നതിലുള്ള ഹർഫാണ്, ഖൽഖലത്താണ്, ശ്രദ്ധിക്കണം. യഖൂലു അഹ്ലക്തു മാലൻ ലുബദാ അയഹ്സബു അൻ ലം യറഹു അഹദ്. ആ ആയത്തിൽ ശ്രദ്ധിക്കാനുള്ളൊരു കാര്യം, അയഹ്സബു അല്ലം യറഹു അഹദ്. അല്ലൻ യഖ്ദിറ മേലുണ്ട്. ഇവിടെ അല്ലം എന്ന ലം ആണ്, അല്ലൻ യഖ്ദിറ. ഓക്കെ. നേരെ മറിച്ച് അല്ലൻ യറഹു അല്ല, അല്ലം. ലൻ ആണ് ഒന്ന്, ലം ആണ് മറ്റൊന്ന് എന്നാണ് പറഞ്ഞത്. ഓക്കെ. ألم نجعل له عينين ولسانا وشفتين وهديناه النجدين. ألم نجعل له عينين ألم نجعل له عينين ولسانا وشفتين ولسانا وشفتين. പിന്നെ وهديناه النجدين وهديناه النجدين. അല്ലേ?
സദഖല്ലാഹുൽ അളീം. ഇപ്പോൾ സൂറത്തുൽ ബലദിൻ്റെ 1 എന്ന ഭാഗത്ത് ഇത്രയും ആയത്തുകളാണ് വന്നത്. ബാക്കി നമുക്ക് അടുത്ത വീഡിയോയിൽ ഉൾപ്പെടുത്താം. നമുക്കിനി ഇതിൻ്റെ ബാക്കി തദ്രിബാത്ത് നോക്കാം. അപ്പോൾ ഇതിലുള്ള ഓരോ വേർഡ്സുകളും ഉസ്താദ് ഖുർആൻ പാരായണത്തിൻ്റെ കൂടുതൽ തന്നെ പറയുന്നുണ്ട് എങ്ങനെ പറയണം എന്നുള്ളത്. ലാ ഉക്സിമു, കാഫിൻ്റെ കൽക്കല മുഴക്കത്തോടെ പറയേണ്ട അക്ഷരമാണ് കൽക്കല എന്ന് പറയുന്നത്. ലാ ഉക്സിമു സുക്കൂന് വരുമ്പോൾ കാഫിന് കുത്തുബ് ജദ് എന്ന 5 അക്ഷരങ്ങൾ സുക്കൂനോട് കൂടി വരുമ്പം നമുക്ക് കൽക്കല വരുന്നുണ്ട്. നമുക്കത് പഠിക്കാനുണ്ട്. ഒരു ഭാഗത്ത് തജ്വീദിൻ്റെ നമുക്കൊരു വർക്കിൽ വരുന്നുണ്ട്. അപ്പം വിശദമായിട്ട് പറയാം. പിന്നെ ബിഹാദൽ ബലദ്, ബലദ്, വവാലിദിം വമ വലദ്, വവാലിദിം വമ വലദ്, ഹലക്നൽ ഇൻസാന ഫി കബദ്, അല്ലൻ യഖ്ദിറ, അല്ലൻ യഖ്ദിറ, ലൻ യഖ്ദിറ മനസ്സിലാക്കണേ. പിന്നെ അഹ്ലക്തു, അഹ്ലക്തു, മാലല്ലുബദ, മാലല്ലുബദ തൻവീന് ശേഷം ലാമ, അല്ലം യറ, അല്ലം യറ സുക്കൂനുള്ള മീമിന് ശേഷം യാ വന്നിട്ടുണ്ട്. ഇവിടെ നൂനിന് ശേഷമാണ് യാ. അപ്പോൾ അതാണ് അല്ലയ്യക്തിറയും അല്ലം യറവും എന്നും ഉച്ചാരണം മനസ്സിലാക്കണം. അല്ലം യറഹു അഹദ്, അല്ലം യറഹു അഹദ്, യറഹു അഹദ്. ഇവിടെ ചെറിയ വാവുണ്ട്, മദ്ദും തന്നിട്ടുണ്ട്. അപ്പോൾ ഇവിടെ കുറച്ച് കൂടുതൽ നീട്ടണം. അല്ലം യറഹു, അല്ലം യറഹു അഹദ്. അങ്ങനെ ഐനൈൻ വശഫത്തൈൻ വഹദൈനാഹു നജ്ദൈൻ, വഹദൈനാഹു നജ്ദൈൻ. അത്രയാണ് അവിടെ വന്നത്. പിന്നെ ഇവിടെ ഇദാമും ബിലാവുന്ന നമുക്കിവിടെ തജ്വീദ് മനസ്സിലാക്കാനുള്ളത്. സാക്കിനായ നൂനിൻ്റെയും തൻവീൻ്റെയും ശേഷം ലാമു വരുന്നതാണ്. അപ്പോൾ ഇദാമും ബിലാവുന്നയാണ് എന്ന് മനസ്സിലാക്കുക. അപ്പോൾ യക്കുല്ലഹു, യക്കുല്ലഹു എന്ന നൂനിന് ശേഷം ലാമു വന്നു. അഷ്താത്തല്ലിയുറവ് തൻവീന് ശേഷം ലാമു വന്നു മനസ്സിലാക്കുക. ഫവൈലുല്ലിൽ തൻവീന് ശേഷം ലാമു വന്നു. വൈലുല്ലി, വൈലുല്ലി കുല്ലി തൻവീന് ശേഷം ലാമു വന്നു. പിന്നെ മില്ലദുൻഹു നൂനിന് ശേഷം ലാമു വന്നു. ഹുമസത്തില്ലുമസ, ഹുമസത്തില്ലുമസ തൻവീന് ശേഷം ലാമു വന്നു. ലഇല്ലം, ലഇല്ലം വലാകില്ല, വലാകില്ല മല്ല. അപ്പോൾ ഇവിടെ നൂനും തൻവീനും വന്നത് മാത്രമേ ഞാൻ മനസ്സിലാക്കി പറയുന്നുള്ളൂ. അപ്പോൾ അത് മനസ്സിലാക്കുക. ഇവിടെ നൂനിൻ്റെ തൻവീൻ്റെ ശേഷം ലാമു വന്നാൽ ഉന്നത്ത് ചെയ്യരുത്. നമ്മൾ ബാക്കി നൂനിൻ്റെ തൻവീൻ്റെ ശേഷം നമ്മൾ യാ വാവൊക്കെ വന്നാൽ എന്ത് ചെയ്യണം? അവിടെ ഉന്നത്ത് ചെയ്തിട്ടാണ് പറയേണ്ടത്. എങ്ങനെ? ലയ്യക്തിറ, ലയ്യക്തിറ അവിടെ നൂനിനെ യായിലേക്ക് ഉന്നത്ത് ചെയ്ത് ചേർത്ത് ഇദാം ചെയ്ത്. എന്നാൽ ഇവിടെ എന്താണ്? ഉന്നത്ത് ചെയ്യാതെ ഇദാം ചെയ്യാണ് വേണ്ടത്. ഇതിലേക്ക് ചേർക്കലാണ് ഇദാം എന്ന് പറഞ്ഞത്. യക്കുല്ല, യക്കുല്ല ഇവിടെ നൂനിനെ നമ്മൾ ഇതിലേക്ക് ചേർത്ത് യക്കുല്ല അങ്ങനെ ഉന്നത്ത് ചെയ്യാൻ പാടില്ല. യക്കുല്ല അങ്ങനെ ഒറ്റടിക്ക് പറയുകയാണ് വേണ്ടത്. അഷ്താത്തല്ലി, തല്ലി മനസ്സിലായില്ല? അതാണ് ഇദാമും ബിലാവുന്ന എന്ന് പറഞ്ഞാൽ അത് മനസ്സിലാക്കുക. ഇനി നമുക്ക് എന്താ വന്നത്? ഇദാമും ബിലാവുന്ന വന്നത് നമ്മൾ ഇതിൽ അടയാളപ്പെടുത്തണം. ഇൻകുല്ലു ആണോ? ഇവിടെ കാഫാണ്, നമുക്ക് ലാമാണ് വേണ്ടത് അല്ലേ? കുല്ലുല്ലമ്മ തൻവീന് ശേഷം ലാമ് വന്നു. പിന്നെ ജമീ ഉല്ലദൈന തൻവീന് ശേഷം ലാമ് വന്നു. ആയത്തുല്ലഹും തൻവീന് ശേഷം ലാമ് വന്നു. പിന്നെ വേറെ എവിടെയാണ്? ഇവിടെയും ആയത്തുല്ലഹും തൻവീന് ശേഷം ലാമു. ഓക്കെ,
ഇവിടെ തൻവീന് ശേഷം ലാം മുസ്തഖരില്ലഹ തൻവീന് ശേഷം ലാം വന്നിട്ടുണ്ട്. അപ്പോൾ ഇത്രയാണ് ഇവിടെ വന്നത്. ഇനി ഞാൻ കാണാത്ത എന്തെങ്കിലും നിങ്ങൾ കാണുകയാണെങ്കിൽ അത് അടയാളപ്പെടുത്തണം കേട്ടോ. പിന്നെന്താണ് ദാലിൽ വഖഫ് വരുന്നത്. അപ്പോൾ നമ്മൾ ദാല് കൽക്കലയുടെ അക്ഷരമാണ്. അപ്പോൾ അവിടെ വഖഫ് നിർത്തുമ്പോൾ ശ്രദ്ധിക്കണം. ബിഹാദൽ ബലത് ബിഹാദൽ ബലത് വമാ വലത് ഫി കബത് അലൈഹി അഹദ് അല്ലം യറ അല്ലം യറഹു അഹദ് അഹദ് ഹുവല്ലാഹു അഹദ്. അപ്പോൾ ഇവിടെ ദാല് വഖഫ് ദാലിലാണ് എല്ലാ സ്ഥലത്തും നിർത്തിയത്. അതാണ് വഖഫ് എന്ന് പറയുന്നത്. ദാല് എല്ലാവർക്കും അറിയാമല്ലോ അല്ലേ ദാല്. അപ്പോൾ ദാലിലാണ് വഖഫ് വന്നത്. അപ്പോൾ എക്സാമിന് നമുക്ക് 3 ഓപ്ഷനൊക്കെ തന്നിട്ട് ഇതിൽ ഏതാണ് ദാല് കൊണ്ട് വഖഫ് ചെയ്തത്. അപ്പോൾ വഖഫ് എന്ന് പറഞ്ഞാൽ എന്താണെന്ന് ആദ്യം മനസ്സിലാക്കണം. ഈ നിർത്തുന്നതിനാണ് വഖഫ് എന്ന് പറയുന്നത്. അപ്പോൾ അവസാനത്തിൽ ദാല് വന്നു. അപ്പോൾ അതൊക്കെ ഇതിൻ്റെ കൂടെ മനസ്സിലാക്കി പഠിക്കുക. ഇനി നമുക്ക് എക്സാമിന് ഇതിൽ എത്ര അക്ഷരം ഉണ്ട് എന്ന് എണ്ണാൻ വരും. നമുക്ക് ഈ കഴിഞ്ഞ എക്സാമിനൊക്കെ നിങ്ങൾ കണ്ടുണ്ടാവുമല്ലോ അല്ലേ. അപ്പോൾ നമുക്ക് ഈ അതിൽ അക്ഷരങ്ങളൊന്ന് എണ്ണി നോക്കിയാലോ എത്ര ഉണ്ട് എന്ന്. ബി ഹ പിന്നെ ദാല് പിന്നെ അലിഫ്. ഇതിൻ്റെ ഇടയിലുള്ള ഈ ചെറിയ അലിഫിനെ എണ്ണണ്ട. മനസ്സിലായില്ല. അത് ഫത്തഹ കസറ പോലുള്ള അത് ഹർക്കത്ത് പോലെ മനസ്സിലാക്കിയ. ഇവിടെ എത്ര അക്ഷരമായി? 4 അക്ഷരമായി. പിന്നെ 5 ലാമ് 6 ബാ 7 പിന്നെ ലാമ് 8 പിന്നെ ദാല് 9. അപ്പോൾ 9 അക്ഷരങ്ങളാണുള്ളത്. അപ്പോൾ അത് കുട്ടികൾക്ക് മനസ്സിലാക്കി കൊടുക്കണം. ഈ ചെറിയ അലിഫിനെ ഇവിടെ ഫത്തഹും കസറയും സുക്കൂനൊക്കെ വരുന്നത് പോലെ മനസ്സിലാക്കിയിട്ട് എണ്ണിപ്പോവാൻ. അതും കൂടി അവർ എണ്ണിയാൽ ഇവിടെ നമുക്ക് എണ്ണം കൂടും. അപ്പോൾ അത് തെറ്റിപ്പോവും. മനസ്സിലായില്ലേ. ഇതിൽ നിന്ന് അക്ഷരങ്ങൾ എടുത്ത് എഴുതുക എന്ന് പറയും. അപ്പോൾ നമുക്ക് ബോക്സ് തന്നിട്ടുണ്ടാവും. ഈ എക്സാമിന് നമുക്ക് തജ്വീദിൻ്റെ അവസാനത്തിൽ വന്നതിൽ ഇതുപോലെ ഒരു അലിഫ് ഉണ്ടായിരുന്നു. അത് ഒരു കള്ളിയിൽ എഴുതിയാൽ നമുക്ക് എന്ത് ചെയ്യും? അവസാനത്തെ ദാല് എഴുതാൻ കള്ളിയില്ലാതായി പോവും. മനസ്സിലായില്ലേ. എല്ലാവരും മനസ്സിലാക്കി പഠിക്കട്ടാ. അപ്പോൾ എല്ലാവരും ശ്രദ്ധിക്കുക. അതേപോലെ തന്നെയാണ് ഇതാ യറഹു എന്നതിനെ നീട്ടം ചെറിയ വാവ് മനസ്സിലാക്കട്ടാ. അപ്പോൾ അങ്ങനെയൊക്കെ വരുമ്പോൾ അതൊക്കെ മനസ്സിലാക്കണം. ഇത്രയാണ് ഈ സൂറത്തുൽ ബലദിൻ്റെ ഈ 1ാമത്തെ ഭാഗത്ത് വന്നത്. അപ്പോൾ എല്ലാവരും മനസ്സിലാക്കി ഉപകാരപ്പെടുത്തുക. വീഡിയോ കൂട്ടുകാർക്കൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. ഞാൻ എൻ്റെ വോയിസ് അവസാനിപ്പിക്കുകയാണ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.